ഫുൾ ലോൺ കിട്ടും വണ്ടി. ഫുൾ ലോൺ കിട്ടും. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഫുൾ ലോൺ 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഇവര് എല്ലാ കാര്യങ്ങളും നോക്കി ചെക്ക് ചെയ്തിട്ടാണ് വാഹനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര ഉറപ്പിൽ പറയുന്നത്. ഒരു ചെറിയൊരു എമൗണ്ട്, ഒരു ബൈക്കിന്റെ വിലക്ക് നമുക്കൊരു വാഹനം സ്വന്തമാക്കാൻ പറ്റും. ഈ ഒരു ചൂട് കാലത്ത് ഏറ്റവും ബെസ്റ്റ് നമുക്ക് കാർ തന്നെയാണല്ലേ. ഫിനാൻഷ്യൽ ഇയർ എൻഡിംഗ് പ്രകാരം 50,000 രൂപ നമ്മൾ ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോ പറഞ്ഞ പ്രൈസിൽ നിന്ന് 50,000 വരെ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ഷോറൂമിന്റെ പ്രത്യേകത, ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ വേണമെങ്കിൽ അതിന് നമുക്ക് ഈ ഷോറൂമിലേക്ക് വരാം. അത്യാവശ്യം വലിയ വാഹനങ്ങൾ, ഫോർച്യൂണർ, ഇന്നോവ ക്രിസ്റ്റ, ഐക്രോസ് അങ്ങനെയുള്ള വാഹനങ്ങൾക്കും ഈ ഷോറൂമിന് സമീപിക്കാം അല്ലേ. വെക്കേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായി. ഇനി അങ്ങോട്ട് യാത്രകളുടെ കാലമാണ്. കൂട്ടുകാരായിട്ട് കുടുംബക്കാരൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നല്ല യൂസ്ഡ് കാറുകൾ വേണമെങ്കിൽ കൂടുതലൊന്നും അലയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി വാഹനങ്ങൾ, ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് ആയിട്ട് നമ്മുടെ നിപ്പോൺ ടൊയോട്ട പുഴക്കൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടൊയോട്ട ഡീലർമാരായിട്ടുള്ള നിപ്പോൺ ടൊയോട്ടയുടെ ഓതറൈസ്ഡ് യൂസ്ഡ് കാർ ഷോറൂമായിട്ടുള്ള യൂട്രസ്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഇത്രയധികം വാഹനങ്ങൾ, പല കമ്പനികളിലെ ഒരുപാട് വാഹനങ്ങളാണ് ഈ ഒരു മാസം നിങ്ങൾക്ക് വേണ്ടി സ്റ്റോക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വെക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് എന്തായാലും യാത്രകൾ ഒരുപാടുള്ള സമയം കൂടിയാണ്. അപ്പോൾ എന്തായാലും പരിപൂർണ്ണ വിശ്വാസത്തോടെ പോയിട്ട് വാഹനങ്ങൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാൻ പറ്റും. ഒട്ടുമിക്ക വാഹനങ്ങളും സർട്ടിഫൈഡ് വാഹനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 6 മാസം മുതൽ 2 വർഷം വരെ വാറണ്ടിയും 3 ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ലൊക്കേഷൻ മറക്കേണ്ട, തൃശ്ശൂർ പുഴക്കൽ നിപ്പോൺ ടൊയോട്ടയാണ്. വരാൻ പറ്റുന്ന ഒരു ഷോറൂമിലേക്ക് എത്ര പെട്ടെന്ന് വരാൻ പറ്റുമോ അത്ര പെട്ടെന്ന് വരിക. ഇത് ടൊയോട്ടയുടെ എത്തിയോസ് അല്ലേ? ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2016 മോഡലാണ്. സെക്കൻഡ് ഓണർ, 98,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. 6 മാസത്തെ എഞ്ചിൻ, ഗിയർ ബോക്സ്, ഡ്രൈവറിന് വാറണ്ടി നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ കഴിയുന്ന ഒരു വാഹനമാണ്. വേറെ ഒരു തരത്തിലുള്ള മേജർ ആക്സിഡന്റ് റീപ്ലേസ് ചോദിക്കുന്നില്ല. ചെക്ക് പോയിന്റ് കാണാൻ പാസ്സായ വാഹനമാണ്. സർട്ടിഫൈഡ് വണ്ടിയാണ്. ഏതാ വേരിയന്റ്? GD ആണ് വരുന്നത്. GD പെട്രോൾ ഡീസലാ? ഡീസൽ വണ്ടിയാണ്. ഡീസൽ വാഹനങ്ങളൊക്കെ ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്ന ഒരു വാഹനം കൂടിയാണ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 5,75,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. ചെറിയ മാറ്റങ്ങൾ മാർച്ചിലുണ്ടാവും. എടുക്കുന്ന കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചോദിച്ചു മേടിക്കുക. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു വെഹിക്കിളാണ് ടൈപ്പ് 2. ഈ ഒരു ഫേസിൽ വരുന്ന വാഹനം കേട്ടോ. അതും ഡീസൽ വാഹനം നമ്മുടെ വരുന്ന സ്റ്റോക്ക് ഉണ്ട്. മാർച്ച് മാസം എടുക്കുമ്പോൾ നല്ല ഡിസ്കൗണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2012 മോഡലാണ്. തേർഡ് ഓണർ, 1,41,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. സ്വിഫ്റ്റ് VDI മിഡിൽ ഓപ്ഷൻ ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പോരാത്തതിന് കസ്റ്റമർ അഡീഷണൽ ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ് ആളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. ഒരു വണ്ടിപ്രാന്തം കൊണ്ടുവന്നുള്ള വണ്ടിയായിരുന്നു. ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി അറിയേണ്ടത് ചോദിക്കുന്ന പ്രൈസ് ആണ്. ഇത് 3,40,000 ചോദിക്കുന്നത്. 3,40,000 രൂപ. ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. ഇത് 2016 മോഡല്, സെക്കൻഡ് ഓണർ, 57,000 കിലോമീറ്റർ ഓടിയ റെഡിഗോ. റെഡിഗോ. വേറെ മേജർ ആക്സിഡന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. പേപ്പേഴ്സ് എല്ലാം ഫിറ്റ് അല്ലേ? അതെ. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 1,50,000 രൂപ. 1,50,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ചെറിയൊരു എമൗണ്ടിൽ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു വാഹനമാണ്. ചെറിയൊരു ഫാമിലിക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന വാഹനമല്ലേ. ടൊയോട്ടയുടെ എത്തിയോസ് ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2014 മോഡല്, GD സിംഗിൾ ഓണർ, 1,55,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണല്ലേ. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ എന്തെങ്കിലും? ഇല്ല, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇനി അറിയേണ്ടത് നിങ്ങൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് ആണ്. ഇത് 4,50,000 രൂപയാണ് ചോദിക്കുന്നത്. 450. ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പ്രൈസ് ഒക്കെ ആസ്കിംഗ് പ്രൈസ് ആണ്. ഈ മാർച്ച് മാസം എടുക്കുകയാണെങ്കിൽ ചെറിയ ഡിസ്കൗണ്ട് കാര്യങ്ങളുണ്ടാവും. ഇത് 2017 മോഡല്, സിംഗിൾ ഓണർ, 43,000 കിലോമീറ്റർ ഓടിയ ഫോർച്യൂണർ ആണ്. 4x2 ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വരുന്നല്ലേ. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഒറിജിനൽ കേരള വണ്ടി. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 32,00,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. ആസ്കിംഗ് പ്രൈസ്. ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മാക്സിമം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റൂലേ. ഫിനാൻഷ്യൽ ഇയർ എൻഡിംഗ് പ്രകാരം 50,000 രൂപ നമ്മൾ ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോ പറഞ്ഞ പ്രൈസിൽ നിന്ന് 50,000 വരെ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും. 50,000 രൂപ വലിയ വാഹനമായതുകൊണ്ട് തന്നെ വലിയൊരു ഡിസ്കൗണ്ട് തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാക്സിമം ഈ മാസം തന്നെ എടുക്കാൻ പരമാവധി ശ്രമിക്കുക. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റൂല. ലോ കിലോമീറ്റർ വെഹിക്കിളാണ്. ഡീസൽ അല്ലേ? ഡീസൽ. ഓക്കെ. പിന്നെ എടുത്ത് പറയേണ്ടത്, ഈ ഒരു വാഹനം നമുക്ക് പുതിയത് എടുക്കുന്ന പോലെ തന്നെ പരിപൂർണ്ണ വിശ്വാസമായി എടുക്കാം. അതിന്റെ കാരണം എന്താണ്? ഇതിന് നമുക്ക് 6 മാസത്തെ വാറണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസോ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എല്ലാ ചെക്ക് പോയിന്റും കാര്യങ്ങളും പാസ്സായിട്ടുള്ള വണ്ടിയാണ്. 6 മാസത്തെ വാറന്റിയോട് കൂടിയിട്ട് പരിപൂർണ്ണ വിശ്വാസമായി എടുക്കാൻ പറ്റുന്ന ടൊയോട്ടയുടെ എത്തിയോസ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2016 മോഡല്, സിംഗിൾ ഓണർ, 1,03,000 കിലോമീറ്റർ ഓടിയ VXD ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 80% ടയറും ഉണ്ട്. എടുക്കുന്ന കസ്റ്റമറിനെ എടുത്ത് ഉപയോഗിച്ചാൽ മാത്രം മതി. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് ചോദിക്കുന്ന പ്രൈസ് 6,25,000 രൂപ. 6.25 ആസ്കിംഗ് പ്രൈസ് ആണ്. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഈ സ്വിഫ്റ്റിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2016 മോഡല്, സ്വിഫ്റ്റ് VXI, 1,03,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന പെട്രോൾ മാനുവൽ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. നല്ല സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് ഇത് 3,90,000 രൂപ. ഇത് ടൊയോട്ടയുടെ എത്തിയോസ് ലിവ അല്ലേ? ഡീറ്റെയിൽസ് തന്നെ. ഇത് 2014 മോഡല്, സെക്കൻഡ് ഓണർ, 98,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്.
ജി വേരിയന്റ് ആണ്, പെട്രോൾ മാനുവൽ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 98,000. ജെനുവിൻ കിലോമീറ്റർ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. സ്ട്രിംഗ് ആളൊക്കെ അവൈലബിൾ ആണ്, ടയറും കാണൊക്കെ നല്ല കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ ഒരു തരത്തിലുള്ള മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 3,50,000 രൂപ. സെഡാൻ സെഗ്മെന്റിൽ സാധാരണക്കാരന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനങ്ങളൊന്നാണ് സ്വിഫ്റ്റ് ഡിസയർ അല്ലേ, മാരുതിയുടെ. ഡീറ്റെയിൽസ് തന്നെ. ഇത് 2015 മോഡൽ, സെക്കൻഡ് ഓണർ, 1,29,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഏതാ വേരിയന്റ് ഏതാ? ഇത് ZXi ആണ്. ZXi പെട്രോളിൽ ഫുൾ ഓപ്ഷൻ വണ്ടി. അത്യാവശ്യം എല്ലാ വേണ്ട ഫീച്ചേഴ്സും കാണൊക്കെ വരുന്നുണ്ട്. അലവിലും ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? അതെ. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 3,65,000 രൂപ. 3,65,000 രൂപ ഇവർ ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് ആണ്. മാർച്ച് മാസം നിങ്ങൾ ഈ ഒരു വാഹനം ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് തീർക്കാൻ പറ്റും. ഇത് ടൊയോട്ടയുടെ എത്തിയോസ് ലിവ. ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് 2015 മോഡല്, പെട്രോൾ മാനുവൽ ആണ്, ജി ആണ് വേരിയന്റ് വരുന്നത്. ജി വേരിയന്റ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 65,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. പെട്രോൾ മാനുവൽ അല്ലേ? പെട്രോൾ മാനുവൽ. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസിംഗ് ഒന്നുമില്ല. കണ്ടീഷൻ വെഹിക്കിൾ ആണ്. ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ അല്ലേ? ഇത് നിപ്പോൺ ടൊയോട്ടയുടെ ഓതറൈസ്ഡ് ഷോറൂമാണ്. പരിപൂർണ്ണ വിശ്വാസമായിട്ട് വാഹനങ്ങൾ എടുക്കാൻ പറ്റും നമുക്ക്. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 3,75,000 രൂപ. ഇത് ടാറ്റ കമ്പനിയുടെ ടിയാഗോ, അതും ഓട്ടോമാറ്റിക്കലി. ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ഇത് 2020 മോഡല്, സെക്കൻഡ് ഓണർ, 43,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ ഓട്ടോമാറ്റിക്. ഫുൾ ഓപ്ഷൻ വണ്ടി. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് എന്തെങ്കിലും? ഇല്ല, മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ്? ഇത് 4,40,000 രൂപ ചോദിക്കുന്നത്. ആസ്കിംഗ് പ്രൈസ് ഫുൾ ഓപ്ഷൻ വാഹനത്തിനാണ് 4,40,000 രൂപ ചോദിക്കുന്നത്. ബേസ് മോഡലായിട്ട് കമ്പയർ ചെയ്യരുത്. ഇത് മാരുതി സുസുക്കിയുടെ റിറ്റ്സ് ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2013 മോഡൽ LXi, 93,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ വണ്ടി. LXi ആണ്. ബേസ് മോഡൽ ആണെങ്കിൽ കൂടി അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്, സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്, ടയറും കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ മേജർ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല. കണ്ടീഷൻ വെഹിക്കിൾ അല്ലേ? ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 2,60,000 രൂപ. ഒരു ചെറിയൊരു ഫാമിലിക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് വാഹനങ്ങൾ ഒന്നാണ് ഹ്യുണ്ടായുടെ ഇയോൺ. അതും ലോ ബജറ്റിൽ വാങ്ങാല്ലേ? ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2012 മോഡല്, സിംഗിൾ ഓണർ, 70,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടില്ലേ? അതെ, മൈലേജ്. ഇത് വേരിയന്റ് ഏതാണ്? ഇത് ഇറ പ്ലസ് ആണ് വേരിയന്റ്. ഇറ പ്ലസ് AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവറിന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. കണ്ടീഷൻ വെഹിക്കിൾ ആണ്. ഇനി അറിയേണ്ടത് ഈ ഒരു വാഹനത്തിന് ഇപ്പോൾ ചോദിക്കുന്ന പ്രൈസ് 1,60,000. 1,60,000. ഒരു ചെറിയൊരു എമൗണ്ട്, ഒരു ബൈക്കിന്റെ വിലക്ക് നമുക്കൊരു വാഹനം സ്വന്തമാക്കാൻ പറ്റും. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് പുതിയ മോഡൽ ഇറങ്ങിയിട്ടും ഇപ്പോഴും ആളുകൾക്ക് വേണ്ടത് ഈ ഒരു വാഹനം 4 സിലിണ്ടർ അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് 2019 മോഡല്, VXi ഓട്ടോമാറ്റിക്. മാരുതിയുടെ സ്വിഫ്റ്റ് VXi ഓട്ടോമാറ്റിക് വരുന്നത്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും VXi വരുന്നുണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർ, 51,000 കിലോമീറ്റർ. 51,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ ആണ്. ഹിസ്റ്ററിംഗ് ഒക്കെ അവൈലബിൾ ആണ്. ഇവര് എല്ലാ കാര്യങ്ങളും നോക്കി ചെക്ക് ചെയ്തിട്ടാണ് വാഹനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര ഉറപ്പിൽ പറയുന്നത്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല കണ്ടീഷൻ ടയേഴ്സ് ആണ്. എടുക്കുന്ന കസ്റ്റമറിന് അതുപോലെ നമുക്ക് മാറ്റേണ്ടി വരുന്നില്ല. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? ചോദിക്കുന്ന പ്രൈസ് എത്ര? 5,80,000 രൂപ. 5,50,000 ആസ്കിംഗ് പ്രൈസ് ആണ്. ഈ ഒരു മാസം എടുക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ട് കാര്യങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചു മേടിക്കുക. ഇത് ടാറ്റയുടെ നെക്സോൺ ആണ്. അത്യാവശ്യം സേഫ്റ്റിയും പവറും ഒക്കെ നോക്കുന്നവർക്ക് പറ്റിയൊരു വാഹനം അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2019 മോഡല്, സിംഗിൾ ഓണർ, XA+ ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പുഷ് ബട്ടൺ, അലോയ് വീൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ല. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 73,000 കിലോമീറ്റർ ഓടി. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 5,90,000 രൂപ. 5,90,000. ഒരു വലിയ വാഹനമാണ്. ചെറിയ എമൗണ്ട് ആണ് ചോദിക്കുന്നത്. മാക്സിമം ലോൺ ചെയ്യാം. മാക്സിമം ലോൺ ചെയ്യാം. ഇത് 2024 മോഡല്, 18,000 കിലോമീറ്റർ ഓടി, സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ. ഏതാ വേരിയന്റ് ഏതാ? ഇത് V മാനുവൽ, പെട്രോൾ വെഹിക്കിൾ. ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ? പുതിയൊരു വാഹനം എടുക്കുന്ന കസ്റ്റമറിന് എന്തുകൊണ്ട് അനുയോജ്യമായിട്ടുള്ള ഒരു യൂസർ കാർ അല്ലേ? ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 15 ലക്ഷമാണ് നമ്മൾ ചോദിച്ചിരുന്ന പ്രൈസ്. ഇപ്പൊ ഈ റെന്റ് കാരണം നമ്മൾ 14,500 ആണ് ഫൈനൽ പ്രൈസ് പറയുന്നത്. 50,000 രൂപ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട് മാർച്ച്. വലിയൊരു എമൗണ്ട് തന്നെയാണ് ഡിസ്കൗണ്ടിൽ വന്നിട്ടുള്ളത്. എടുക്കുന്ന കസ്റ്റമർ എന്തായാലും ഇതൊരു ലക്ക് തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിന് വാറന്റി കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുമോ? നമുക്ക് ന്യൂ കാറിന്റെ വാറന്റി ഓൾറെഡി ഉണ്ട് വണ്ടി. കമ്പനി അണ്ടർ വാറന്റി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ നോക്കേണ്ട ആവശ്യമില്ല. കമ്പനി വാറന്റി ഉള്ള ഒരു വാഹനം കൂടിയാണ്. ലോൺ ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റും. മാക്സിമം ലോൺ ചെയ്യാം. ഫുൾ ലോൺ കിട്ടും വണ്ടി. ഫുൾ ലോൺ കിട്ടും. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഫുൾ ലോൺ 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ലൊക്കേഷൻ എവിടെ വരുന്നത്? നമ്മുടെ ലൊക്കേഷൻ തൃശ്ശൂർ പുഴയ്ക്കൽ നിപ്പോൺ ടൊയോട്ട ഷോറൂം. ഓക്കെ.